ഹലോ എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാം ഗുഡ് മോർണിംഗ്. പിന്നെ ഞാനുണ്ടല്ലോ, ഞാൻ എനിക്കിപ്പോൾ പെട്ടെന്നുണ്ടല്ലോ കുറച്ച് വണ്ണം വെച്ചു. പെട്ടെന്ന് വണ്ണം വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വണ്ണം കുറഞ്ഞ ഒരാളായിരുന്നു. വണ്ണം കുറഞ്ഞെന്ന് പറഞ്ഞാൽ തീരെ സ്കെൽറ്റല്ല, മീഡിയം, നമുക്ക് ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ വണ്ണം തൊടിയൊക്കെ ആവശ്യത്തിന്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് കുറച്ച് വയറ് വെച്ചിട്ടുണ്ട്. അതാണ് സംഭവം. വയറ് തന്നെയല്ല, കൈക്കൊക്കെ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പുറത്തു നിന്നുള്ള ഫുഡ് കഴിക്കാറുണ്ട്. അതൊരു കാര്യമാണ്. പിന്നെ നടക്കാൻ പോയിക്കൊണ്ടിരുന്ന സ്റ്റേഡിയത്തിലൊക്കെ നടക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന അത് കൂട്ടുകാരില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഇപ്പം നിർത്തിവെച്ചിരിക്കുന്നു. ഇവിടെ അടുത്തൊരു നടക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയും പോയിക്കൊണ്ടിരുന്ന. പക്ഷെ അവിടെ ഇപ്പം അങ്ങനെ കൂടെ വരാനൊന്നും വെളുപ്പിനെ 5 മണിക്കൊക്കെ നടക്കാൻ പോകാനൊക്കെ ആൾ വേണം. പേടിയൊന്നുമില്ല, പേടിയെന്ന് പറഞ്ഞാൽ എൻ്റെ നിഘണ്ടുവിലേ ഉള്ള കാര്യമല്ല. പക്ഷേ ഒരു കൂടുതൽ ആൾ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പോകാനൊക്കെ ഒരു സുഖമുണ്ടല്ലേ, കൂട്ടുകാർ. അങ്ങനെ ഇതൊന്നും ആരുമില്ല. നേരത്തെ കടയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വീട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു, കടയിൽ ജോലി ചെയ്യുന്ന പിള്ളേരുണ്ടായിരുന്നു. അവർ ഞങ്ങളെല്ലാം കൂടെ നടക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കല്ലേ. അങ്ങനെ ഇപ്പോൾ ഈ രാവിലെ ഈ നടക്കാനും എക്സസൈസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു വണ്ണം വെക്കും. അതാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. കണ്ടോ, എന്ത് ചെയ്യാൻ പറ്റും? നടക്കാൻ പോകാനൊക്കെ ഇപ്പം എല്ലാത്തിനും ഒന്ന് ഭയങ്കര മടി. അതാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇച്ചിരി വയറിയാണ്, ഇത് പ്രശ്നമാണ്. ഇത് കുറയ്ക്കണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫുഡിൽ കൺട്രോൾ ചെയ്തിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ. ഫുഡ് കാണുമ്പോൾ എൻ്റെ കൺട്രോളൊക്കെ ഫുള്ളേ അങ്ങ് പോകും. ഞാൻ ഫുഡൊക്കെ നല്ലതായിട്ട് നോൺ കഴിക്കുന്ന ആളാണ്. നോൺ കഴിക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഈ വണ്ണം വരുന്നത്. എന്താ അവസ്ഥയല്ലേ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത്തക്ക പുഴുങ്ങിയതാണ് ഉണ്ടാക്കുന്നത്. ഏത്തക്ക പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്, ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നത് ഞാൻ. ചില ആൾക്കാർ പറയുന്നുണ്ട് എന്താണെന്നറിയോ, വയറൊക്കെ ഉള്ളത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. എനിക്കിത് അത്ര നല്ലതൊന്നുമല്ല. ചില ഡ്രസ്സുകൾക്കൊന്നും ഇത് ഇടുമ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഈ വയറത്ര ഒരു സുഖമില്ല. വയറുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനൊരു സുഖമില്ല. ചില മോഡേൺ ഡ്രസ്സൊക്കെ ഇടുമ്പോഴേ ഒരു വൃത്തികേട് അന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് എക്സസൈസൊക്കെ ചെയ്യണം. എക്സസൈസ്, ജിമ്മ് ഒക്കെ പോയി ചെയ്യണം, എന്നെങ്കിലും ശരിയാവും. ഓക്കെ, ബൈ ബൈ.